ഹലോ ഡിയർ വ്യൂവേഴ്സ്. അപ്പം ഇന്നെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് ലോങ് വീഡിയോ ചെയ്യുകയാണ്. ഇതിന് മുന്നേ 2 ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഷോർട്സിൽ ഞാൻ മാംഗോ റെസിപ്പി തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇന്നും ഞാനൊരു മാംഗോ റെസിപ്പി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഫുൾ ടോട്ടൽ നമുക്ക് മൊത്തത്തിലൊരു മാമ്പഴക്കാലമാണല്ലോ. എല്ലാവരുടെയും വീടുകളിൽ മാമ്പഴം ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ മാമ്പഴം, അതായത് ഇഷ്ടംപോലെ മാവുണ്ട്. വലുതും ചെറുതുമായിട്ട് ഇഷ്ടംപോലെ മാങ്ങകളുണ്ട്. ഈ ഇടയ്ക്ക് ഇത്രയും വളരെ ചെറിയൊരു പൊക്കം കുറഞ്ഞൊരു മാവിൽ തന്നെ ഒരു മാങ്ങ ഞങ്ങൾക്ക് കിട്ടി. ഒട്ടുമാവാണ്, അതിൽ നിന്നൊരു മാങ്ങ കിട്ടി. ഇവിടെ ഇഷ്ടംപോലെ മാവുണ്ട് കേട്ടോ. വീട് ചുറ്റി ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 കുറയാതെ എന്തായാലും ഉണ്ട് മാവ്. അപ്പം ഇപ്പം കായ്ക്കുന്ന മാവെന്ന് പറയുന്നത് 2 മൂവാണ്ടൻ മാവുകൾ കായ്ക്കുന്നുണ്ട്, പിന്നെ ഒരു നാടൻ മാവുണ്ട്, പിന്നെ ഒരു ഒട്ടുമാവ് ഇപ്പോൾ കായ്ക്കുന്നുണ്ട്. അപ്പം അതിനകത്തു നിന്നുള്ള മാങ്ങകളാണ് നമുക്കിപ്പം കിട്ടുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റുള്ള മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ പെറുക്കാൻ പോകുന്നത്. ഒരു ബക്കറ്റ് എടുക്കുക, മാങ്ങ പെറുക്കുക. എല്ലാം നമുക്ക് കിട്ടത്തില്ല, കുറേയൊക്കെ കാക്കയും അണ്ണാനും ഒക്കെ കൊത്തിയിട്ടിട്ടുണ്ടാവും. കൊള്ളാവുന്ന നോക്കി പെറുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മാംഗോ കളക്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ബക്കറ്റുമായിട്ട് വീണ്ടും ബാക്കിലോട്ടായിട്ട് ഇറങ്ങിയത്. അവിടെയാണ് നമ്മുടെ നാടൻ മാവുള്ളത്. ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ചപ്പി കുടിക്കത്തില്ലേ, അത്തരത്തിലുള്ള മാങ്ങയാണ്. ആദ്യത്തെ മാങ്ങ കിട്ടി, കുഴപ്പമൊന്നുമില്ല. ഇത് എന്തോ മഴയൊക്കെ പെയ്തതിൻ്റെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ബക്കറ്റിലേക്ക് എടുത്തിട്ടു. പിന്നെ അതേ അടുത്ത മാങ്ങ അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ നോക്കി അണ്ണാനോ കാക്കിയോ വല്ലതും കൊത്തിയിട്ടുണ്ടോ എന്നാണ് ഈ നോക്കുന്നത് കേട്ടോ. അതെന്തേ നമ്മൾ പെറുക്കി ബക്കറ്റിലേക്ക് ഇട്ടു. വീണ്ടും അവിടെ ഒരാൾ കിടപ്പുണ്ട്, അതിനെന്തേ പിടിച്ച് ബക്കറ്റിലിട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നൊന്ന് കറങ്ങിയപ്പോഴാണ് ഇവിടെ നിൽക്കുന്നത് കണ്ടത്. അവനെ പിടിച്ച് ബക്കറ്റിലാക്കി. ഇത് കൊള്ളത്തില്ല കേട്ടോ, ഇത് എന്തോ കൊത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതെടുത്തില്ല. അങ്ങനെ 4 മാങ്ങ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇതാണ് കേട്ടോ ആ മാവ്. അങ്ങനെ നമ്മൾ നടന്ന് വീണ്ടും അടുത്ത മാവിൻ്റെ ചോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് മൂവാണ്ടൻ മാവാണ് കേട്ടോ. മൂവാണ്ടൻ മാങ്ങയാണ് നമുക്ക് കിട്ടുന്നത്. 1-2 മാങ്ങയൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. മെയ്യൊക്കെ ആകുമ്പോഴത്തേന് കൂടുതൽ കിട്ടി തുടങ്ങും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാങ്ങ നിൽക്കുന്നുണ്ട്. മെയ്യൊക്കെ ആകുമ്പോഴത്തേക്കാണ് കൂടുതലും മാങ്ങ നമുക്ക് വീണ് കിട്ടാറുള്ളത്. കൊറോണ സമയത്ത് ഈ മാവിൽ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ മാങ്ങയായിരുന്നു. അത് ആർക്കും കൊടുക്കാനും എങ്ങോട്ടും പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് മൊത്തം 500 രൂപയ്ക്കാണ് ആ മാവിൽ മൊത്തം മാങ്ങ വിറ്റത്. ഇതിൻ്റെ 2 എണ്ണം കിട്ടി. അങ്ങനെ നിങ്ങൾ വേറൊരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നപ്പോഴാണ് ഒരു തേങ്ങ കണ്ടിപ്പെട്ടത്. തേങ്ങയാണോ കരിക്കാണോ എന്നറിയത്തില്ല. എന്തായാലും അവനെയും പിടിച്ച് ബക്കറ്റിലിട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ സംഭവം. മനസ്സിലായോ? റംബൂട്ടാൻ. ഇത് നട്ടിട്ട് കുറേ വർഷങ്ങളായി. ആദ്യമായിട്ടാണ് കായ്ക്കുന്നത്. കായ്ച്ചപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ നേരത്തെ കായ്ക്കുന്നില്ല എന്ന് വെച്ചാൽ നല്ലപോലെ വെയിൽ കിട്ടുന്നില്ല. അതുകൊണ്ടൊരു പ്ലാവ് ഉണ്ടായിരുന്നേ. പ്രാവശ്യം എന്തായാലും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇടാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒട്ടുമാവ്. ഇതിൽ മാങ്ങ ഭയങ്കര മധുരം കേട്ടോ, രക്ഷയില്ലാത്ത മധുരമാണ്. താഴെയൊക്കെ ഉള്ളത് നമ്മളിത് കാക്കിയൊന്നും കൊത്താതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ചുവട്ടിലൊരെണ്ണം കിടപ്പുണ്ട്. അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനാണ് അതെന്തോ ഇങ്ങനെ കൊത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെടുത്തില്ല, അതങ്ങ് കളഞ്ഞു. ഇത്രയും മാങ്ങയും പ്ലസ് ഒരു തേങ്ങയും കൂടിയാണ് നമുക്ക് കിട്ടിയത്. കിട്ടി. 3-4 എണ്ണം ഉണ്ട്. അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ നാട്ടുമാവ് 4 എണ്ണം കിട്ടിയല്ലോ. അപ്പോൾ അതിനെ ഞാനിങ്ങനെ തൊലിയെല്ലാം പൊളിച്ച് പിഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യത്തെ പൊളിച്ച് കഴിഞ്ഞു. പൊളിക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞത് ഞെക്കി പിഴിയാനായിരുന്നു പാട്. ഞാൻ 2 എണ്ണം പിഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ കയ്യിലോട്ടം കൊടുത്തു. അമ്മ പറയുന്നുണ്ടായിരുന്നു, അതിൽ കൈ നല്ലപോലെ അമർത്തുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 2 എണ്ണം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മടുത്തു. അങ്ങനെ അമ്മയുടെ കൊടുത്തു. ഒരാല് കറി, ഓരൻ പുളിശ്ശേരി. മറ്റേ മീൻ സ്രാവാണോ? വരാലോ. എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല.
ഉപ്പും പുളിയും പിടിക്കുന്നില്ല. ഒരാൾ എത്രയായിരുന്നു? ഇനി ഉൾപ്പെടെ 450. 450? 30 വലിയ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇത് അതാ കമ്പ്യൂട്ടർ ടേബിളിൽ. പാടാ. അതങ്ങനാണോ? ഇങ്ങനെ ഞെരട്, അതേലോട്ട് ഈ മാംസത്തേലോട്ട് കുത്തത്. ആ കൈ അതേലോട്ട് കുത്ത്, അപ്പോഴല്ലേ അത് പിഴിയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഇങ്ങനെ ഇട്ട് ഞെരടി അത് വരുവോ? രണ്ടെണ്ണം ഞാൻ നിരടി, ഇനി അമ്മ നിരട്. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അരപ്പൊക്കെ എടുത്തു. അരപ്പെന്ന് പറയുമ്പോൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച് ആ പിഴിഞ്ഞ് വെച്ച മാങ്ങയ്ക്കകത്തോട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ തൈരെടുത്തിട്ട് ഉടയ്ക്കണം. തൈര് നല്ല ക്രീമി ആയിട്ടുള്ള തൈരാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. നല്ല ക്രീമി ആയിട്ടുള്ള തൈരാണ്. അത് ഉടച്ചു അതിനകത്തോട്ട് ചേർത്തിട്ട് പിന്നെ കടുക് പൊട്ടിക്കുകയാണ്. എണ്ണയൊഴിച്ചു, കടുകിട്ടു, പിന്നെ അത് ഇച്ചിരി മുളക് പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി, പിന്നെ അത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അത് കറിവേപ്പില ഇട്ടൊന്ന് തെറിച്ച് കേട്ടോ, അതെടുക്കുക സൗണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടു. പിന്നെ അത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും കൂടെ അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു അത്, അതിൻ്റെ വഴിക്കൊന്ന് വന്നപ്പോൾ ഞാൻ ഇതും കൂടെ കാണിക്കുന്നേ ഉള്ളൂ. മാമ്പഴ പുളിശ്ശേരി ഓരോ വീട്ടിലും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്, ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി, മാംഗോ മൊയ്റ്റോ ആണ്. അപ്പോൾ 2-3 കഷ്ണം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ലെമൺ, പിന്നെ ഒരു പുതിനയുടെ ഇലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് നല്ല സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക, അതിന് നീരൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ മാംഗോ പൾപ്പാണ്, മാംഗോ പൾപ്പും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ ഇച്ചിരി സോഡ വാട്ടറും. മാംഗോ പൾപ്പ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ. മാംഗോയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. സോഡ വാട്ടറും കൂടെ ഇട്ടു, നല്ലപോലെ കലക്കി ഒന്ന് ഗാർണിഷ് ചെയ്തും കൂടെ എടുത്തു. അപ്പോൾ നമ്മുടെ മൊയ്റ്റോ റെഡിയായി. സംഭവം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ കേട്ടോ. കൊള്ളാം. നല്ല ചൂട് സമയത്ത് നമുക്കിത് ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമ്മൾ ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള സ്ക്വാഷ് ആണല്ലേ, നമുക്ക് ആഡായിട്ട് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടുന്നില്ല. അപ്പം നമ്മളതനുസരിച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഇതിപ്പം ഫ്രഷ് പൾപ്പ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും, നമുക്ക് കുറച്ചും കൂടെ മധുരം കിട്ടാനായിട്ട്. ഇപ്പം നമ്മൾ സ്ക്വാഷൊക്കെ മേടിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും പൾപ്പ് ആഡ് ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ. വെരി റിഫ്രഷിങ്. താങ്ക് യു.